നമ്മുടെ ഭാഗ്യം എത്ര കോടി ജനതയിൽ നിന്നും നമുക്കുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും, അതിലൊരു സംശയമില്ല. ആരുടെ കാര്യം പറയുന്നത്? നമ്മുടെ കുംഭമേള, മഹാകുംഭമേളയിൽ നിന്ന് എല്ലാവരും കേൾക്കുന്നത് അത് എല്ലാവർക്കും അറിയാം. അതിൽ പെർ ഡേ ഏതാണ്ട് ആവറേജ് 1.5 കോടി ജനങ്ങളാണ് വരുന്നത്. ആ 1.5 കോടി ജനതയുടെ ഇതിൽ നിന്ന് മാധ്യമങ്ങൾ ഒരു പെൺകുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകൾ, ചാരക്കണ്ണുകൾ ഓഫ് കോഴ്സ് അവരെ കുറിച്ച് തന്നെയാണ്. കാരണം അവരെ കുറിച്ച് വാർത്തകളൊക്കെ വന്നു. ശരി, അവരെ പേടിച്ച് അവരുടെ അപ്പൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ നാട്ടിലേക്ക് കയറ്റി വിട്ടു. മാല വിൽക്കാൻ വന്നൊരു പെൺകുട്ടി, അവളുടെ പടങ്ങൾ കുറേ നാൾ എനിക്കൊന്ന് കുംഭമേളയുടെ ആദ്യത്തെ ആഴ്ചകളെല്ലാം തന്നെ ഭയങ്കര വൈറലായി മാറി നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ. പക്ഷേ പിന്നീട് അവളെക്കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൾ കേരളത്തിലിരിക്കുന്നു. അതെ അതെ, അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അതെ, ഭയങ്കര ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. പൗർണമി അറിഞ്ഞായിരുന്നോ? മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ. മൊണാലിസയെ കേരളത്തിൽ കിട്ടും. എല്ലാവരും എവിടെ പോയി മൊണാലിസ എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ദാണ്ട് നിൽക്കുന്നു കേരളത്തിൽ. അതെ, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ സ്വന്തം വിവാദ നായകൻ ബോബി ചെമ്മണ്ണൂർ, ബോച്ചയുടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഷോപ്പിന് ഉദ്ഘാടനത്തിനായിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, മൊണാലിസയുടെ പേരിൽ ഒരു ഡിസൈനർ ജ്വല്ലറി തന്നെ അദ്ദേഹം ഇറക്കി എന്നാണ് പറയപ്പെടുന്നത്. ആണല്ലേ? അതെ. അപ്പോൾ താരമാകാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫേമസ് ആകാൻ പ്രത്യേകിച്ച് ഈ കഴിവോ ഒരു മാനദണ്ഡവും ഇല്ലെന്നുള്ളതാണ്. കാരണം അവള് സ്കൂളിൽ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന മൊണാലിസയ്ക്ക് അല്ലെങ്കിൽ മോനി ഭോസ്ലേക്ക് നല്ല യോഗമായിരുന്നു, നല്ല സമയമായിരുന്നു, എല്ലാം കൊണ്ടും. അതായത് എന്താ പറയുമല്ലോ, ഒന്ന് ചീഞ്ഞാലേ ഒന്ന് വളവാവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് യാഥാർത്ഥ്യമായതുപോലെ മലയാളി നടികളെ ഒന്നും ഇനി ആവശ്യമില്ല, അല്ലെങ്കിൽ മലയാളികളെ ഇനി വേണ്ട, എനിക്ക് എൻ്റെ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ ഏത് വിധേനയും ആളുകൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു വിളിച്ചു പറയലുമായിട്ട് അങ്ങനെ ബോബി ചെമ്മണ്ണൂർ മോനി ഭോസ്ലെ അവളുടെ നാട്ടിൽ നിന്നും ഇങ്ങ് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് ഒരു തരംഗം തന്നെ. പണ്ട് നമ്മൾ പറയായിരുന്നു, ഒരു സിനിമ ഇറങ്ങിയപ്പോൾ എന്താ പ്രിയ വാര്യറുടെ ഒരു മൂവി, അതിനകത്തൊരു സൈറ്റിടി ഭയങ്കര വൈറൽ, ലോകം മൊത്തം ശ്രദ്ധിക്കപ്പെട്ടു. അതെ 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 അതെ. അപ്പോൾ ആ ഒരു സൈറ്റിടിയും അല്ലെങ്കിൽ അത് ഭയങ്കര വൈറൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകം മൊത്തം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ സമീപകാലത്ത് സംഭവിച്ചൊരു അത്ഭുതം, അല്ലെങ്കിൽ അത്രയും ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മൊണാലിസ. അങ്ങനെ ഏറെ നമുക്കറിയാം, ഈ ബോബി ചെമ്മണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം, അത് നമ്മൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇവിടെ വീണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നില്ല. എന്ത് തന്നെ ആയാലും അത് വളരെ നല്ലൊരു കാര്യം. ഇപ്പം മറ്റുള്ളവരെ തഴഞ്ഞാലും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള പാവപ്പെട്ടവരെ സ്റ്റാറാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആരും സത്യമായിട്ടും പ്രതീക്ഷിച്ചില്ല, പുള്ളിക്കാരി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു സ്വീകരണം അല്ലെങ്കിൽ ഈ ഒരു സ്വീകാര്യത. ഈ പറയുന്ന മോനി ഭോസ്ലെ തന്നെ പറയുന്നു, മലയാളികളെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് മലയാളത്തിൽ അഭിനയിക്കാൻ, അവിടെ വരെയൊക്കെ എത്തി കാര്യങ്ങൾ. അതെ അതെ അതെ. ചെറിയ വളരെ ഇതൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചു പോലും ഒരു തവണ പോലും നോക്കിയിട്ടില്ലാത്ത ആള് ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട് അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ അത് തീർച്ചയായും നമുക്ക് സന്തോഷം തന്നെ നൽകുന്ന കാര്യമാണ്, അല്ലേ? അതെ അതെ അതെ. കാരണം ഈ മൊണാലിസ അല്ലെങ്കിൽ ഈ പറയുന്ന മോനി ഭോസ്ലെ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം എന്ന് പറയുന്നത് ആ കുറച്ച് ഉത്സവ സീസണുകളും ഒരുപക്ഷെ മാലവിൽക്കലും ഒക്കെ ആയിരുന്നിരിക്കാം. ആ മാലവിൽക്കാൻ വന്ന പെൺകുട്ടിയെ അവരുടെ കണ്ണുകൾ കൊണ്ടാണ്, അവർ സുന്ദരി തന്നെയാണ്, ഒന്നും പറയാനില്ല. ചില സമൂഹത്തിൽ ചില വ്ളോഗേഴ്സ് ഒക്കെ ഇരുന്ന് പറയും ഇത് ശരിക്കും സുന്ദരി തന്നെ അല്ലടാ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും സുന്ദരിയാണ്, സുന്ദരിക്കുട്ടി തന്നെയാണ്. ആ ഒരു ചാരക്കണ്ണുകൾ, നമ്മളെല്ലാവരും ഈ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യം, കല്യാണത്തിന് എല്ലാവരും ഇപ്പം മറ്റേ ലെൻസ് വെക്കും, ഓരോരുത്തർക്കും പൂച്ചക്കണ്ണ് അല്ലെങ്കിൽ നീലക്കണ്ണുകൾ. പക്ഷെ ഇത് ജന്മന ഒരു ചാരക്കണ്ണ് അല്ലെങ്കിൽ ചാരക്കണ്ണുള്ള സുന്ദരി എന്ന് വേണമെങ്കിൽ പറയാം. അവരെ ബോച്ചെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഞാനും വിചാരിച്ചു ഇങ്ങനെ ആ പെൺകൊച്ചിനെ പൊക്കി ഇവിടെ കൊണ്ടുവന്നില്ലേ, ഹീസ് വണ്ടർഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളികൾ അത്രയും ആരാധനയോടെ കണ്ടിരുന്ന ഒരു പെൺകുട്ടി, അവളുടെ ഊരോ പേരോ ഒന്നും അറിയില്ല. പേരിപ്പം നമ്മൾ മൊണാലിസ എന്ന് വിളിക്കുന്നു, മോനി ഭോസ്ലെ എന്നൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും ആദ്യ സമയത്ത് ഇവര് ഫേമസ് ആയ സമയത്ത് പേരൊന്നും ആർക്കും അറിയില്ല. ജസ്റ്റ് ഒരു ഫോട്ടോയിൽ നിന്നാണ് ഇത്രയും ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ഒരു തരത്തിലേക്ക്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം സ്ലീവ്ലെസ്സും മറ്റേ നേവലും ഒക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടണം, കുറെ റീൽസ് ഒക്കെ ഇട്ട് എന്ത് വധവും കാണിച്ച് സിനിമയിൽ കയറാം. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ചലച്ചിത്ര അൻസിബ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് സിനിമയുടെ ഒരു ഭാഗമാകുക, അല്ലെങ്കിൽ ചലച്ചിത്രത്തിന്റെ ഒരു ഭാഗമാകുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എല്ലായ്പ്പോഴും അവർ പറഞ്ഞത് ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് നമുക്ക് യോജിക്കാം. കാരണം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും സിനിമയിൽ ഒരു മുഖം കാണിക്കുക എന്നുള്ളത്, അല്ലേ? ഒരു പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ആരും ഒരുപക്ഷെ പറയാതെ പോലും ജീവിച്ച് മരിച്ചു പോയേക്കാം. എന്നിരുന്നാലും നമ്മളോട് വന്ന നിങ്ങൾ ഒരു ചാൻസ് തരാം, നിങ്ങൾ ഒന്ന് അഭിനയിക്കുന്നു പറഞ്ഞാൽ ആരായാലും ജസ്റ്റ് ഒരു മുഖമെങ്കിലും കാണിക്കാൻ ആഗ്രഹിക്കുക. അതാണ് സിനിമയുടെ ഒരു മാസ്മരികത. ആ മാസ്മരിക ലോകത്തേക്ക് ഈ ആമ്പാറ്റകളെ പോലെ പറന്നു കയറി ഒരുപാട് പേര് ചത്തു വീണിട്ടുണ്ട്, അല്ലേ? കോടമ്പക്കത്തും ചെന്നൈയിലും മദ്രാസിലും അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് പീഡനങ്ങളുടെ കഥ. ആ ഒരു കാലത്ത് ഇന്ന് മത്സരമാണ് പെൺകുട്ടികൾ മോഡലിംഗ് രംഗത്തായാലും വസ്ത്രത്തിൽ
പത്രത്തിന്റെ കാര്യത്തിലായാലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസസിന്റെ കാര്യത്തിലായാലും എല്ലാവരും ഈ മത്സരിക്കുന്ന എന്തിനാണ്? ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എന്തിനാ? ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ ഒരുപാട് യുവതികളെ സിനിമയിലേക്ക് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നടന്മാരെയൊക്കെ സിനിമയിലേക്ക് എടുക്കുന്നത് ശരിക്കും സോഷ്യൽ മീഡിയ കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ വാരിക്കോരി അങ്ങ് ഈ റീൽസ് ഇടുന്നതും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ അവർക്ക് മറ്റേ ലൈം ലൈറ്റിൽ വരണം. അതിപ്പോ ഞാനിവിടെ പറയാൻ കാര്യം എല്ലാവർക്കും ഈസി ആയിട്ട് ഇപ്പൊ കേറാം, ഇതുപോലെ സ്വന്തമായിട്ട് ഒരു മൊബൈൽ പല റീലും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ ഞാനിവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ, ഈ പരിപാടികളൊന്നും ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടൊക്കെ കള്ളത്തരത്തിലുള്ള വെച്ചിട്ട് ചെയ്യുന്നതാണ്, അവരുടെ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും മൊണാലിസയ്ക്ക് അല്ലെങ്കിൽ മോനു ഭോസ്ലെ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടോ അവർ മോഡലിങ്ങിന്റെ ഈ കാണിക്കുന്ന വീഡിയോസ് എല്ലാം ഒരു ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിലൊന്നും വ്യാപൃതയല്ലായിരുന്നു. അവരുടെ അച്ഛന്റെ വ്യാപാരം ഇന്ന് സ്കൂളിൽ പോലും പോയില്ല എന്ന് തന്നെ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ ആലോചിച്ച് നോക്കി എത്രമാത്രമാണ് അവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ്. സോ അങ്ങനൊരു വ്യക്തിയെ ആ വിധി ആ ഡെസ്റ്റിനി പൊക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് എങ്ങോട്ട് പോകണം, ബോളിവുഡിൽ നായികയാകണോ, ഹോളിവുഡിൽ നായികയാകണോ, ടോളിവുഡിലോ മോളിവുഡിലോ ഒക്കെ ആകണോ എന്ന രീതിയിൽ ആൾക്കാർ അവളെ അങ്ങോട്ട് പൈസ കൊടുത്ത് വിളിക്കുകയാണ്. അതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആൾക്കാർ ഇന്ന് ഓരോ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ചിത്രം അത്രയും സ്വീകാര്യതയോടെ ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ ആ ഭംഗി ആസ്വദിച്ചത്. വാട്ട് എ ഡെസ്റ്റിനി അല്ലേ പൗർണമി? നമുക്ക് ഒരിക്കലും അത്, എനിക്ക് സത്യത്തിൽ ഗൂസ് ബംസ് വരുന്നത് കേൾക്കുമ്പോൾ. കാരണം അവളിപ്പോ കേരളത്തിൽ നിൽക്കുന്നു, ഒരാളുടെ മലയാളം സംസാരിക്കുന്നു, ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഇപ്പം ഇതിനു മുൻപ് നമ്മൾ പല ഫോട്ടോഗ്രാഫേഴ്സും ഇപ്പം ഈ പറയുന്ന പോലെ ബലൂൺസ് വിൽക്കുന്നവർ പുറത്തുനിന്ന് വന്ന്, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ അത് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ബലൂൺ വിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് പേരെ കുട്ടികളുമായിട്ട് വന്ന് വിൽപ്പനകൾ നടത്തുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരിടയ്ക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 2-3 years ബിഫോർ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെയുള്ളവരുടെ ഒരു ജീവിതം പകർത്തി അല്ലെങ്കിൽ നല്ല ഫോട്ടോസ് എടുത്ത് അവരെ കൊണ്ടുപോയി പാർലറിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ചൂസ് ചെയ്ത് പാർലറിൽ കൊണ്ടുപോയി ഒരുക്കി കുറെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സമ്പ്രദായം ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ഇത്രയും ഭംഗിയുള്ള ഒരാളാണോ തെരുവിൽ ഈ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാവത്തിൽ നടക്കുന്നുള്ള രീതിയിൽ ഒത്തിരി ചർച്ചകളൊക്കെ ചെയ്യപ്പെട്ടിരുന്നു, അതിന് ഒത്തിരി പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം ഒരു ചെറിയൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊണ്ട് ഇത്രയും വൈറലായി ഇത്രയും ജനങ്ങളുടെ വികാരമേൽ ഇത്രയും ഇഷ്ടം നേടിയ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരാൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ശാരിക ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പം നമുക്കറിയാം ഈ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബ് വീഡിയോസും യൂട്യൂബ് ബ്ലോഗേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കടന്നു വരുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം 2016 നമ്മുടെ അംബാനി ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നെറ്റ് നമുക്ക് വ്യാപകമായിട്ട് മറ്റത് നമ്മൾ കൊടുത്തിരുന്ന പകുതി എമൗണ്ടിന് ഇപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ നെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ അവൈലബിലിറ്റി തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ആ ഒരു കോവിഡ് കാലത്ത് ഒരുപാട് ചാനലുകൾ പൊങ്ങി വന്നു. സ്വാഭാവികമായിട്ടും ഒന്നിൽ നിന്ന് എല്ലാവരും അങ്ങ് തുടങ്ങി, രണ്ട് കൈകളും അല്ലെങ്കിൽ മനസ്സും എല്ലാം ഒരുമിപ്പിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് അവർക്ക് അവസരങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇങ്ങനെ അവസരം കിട്ടുമെന്ന് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ ഈ ഒരു സാധ്യതയെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അതൊന്നും അല്ല. ഈ പറയുന്ന മൊണാലിസ അവിടെ നിന്ന് ഇങ്ങ് കേരളത്തിലെത്തി. ആദ്യം ഞാൻ ഇതൊരു അതെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ മൊണാലിസയാണ് ഇനാഗ്രേഷന് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കരുതി റൂമർ ആയിരിക്കും, അല്ലെ വെറുതെ പറയുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വന്നപ്പം ശരിക്കും ഞെട്ടിപ്പോവുകയും ചെയ്തു. അതോടൊപ്പം നല്ല സന്തോഷവും തോന്നി. അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒന്നും അല്ലാതിരുന്ന ഒരാൾ ഇത്രയും വേഗം സ്റ്റാർ ആകും. അതായത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് ആർക്കും തിരുത്താനും പറ്റില്ല, ആർക്ക് കാരണം മാറ്റാനും പറ്റില്ല. കാരണം ഭാഗ്യം ഉണ്ടാവുക ഇതൊരു ലോട്ടറിയേക്കാളും മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ലോട്ടറിയേക്കാളും സൗഭാഗ്യം തരുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു കരിയർ ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും സ്വപ്നം കാണുന്ന ആ ഒരു ലൈം ലൈറ്റിലേക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോടുകൂടിയാണ് മൊണാലിസയെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സോ അവര് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചു, അതുവരെ എത്തിച്ചു. ബോച്ചയ്ക്ക് ഒരുപാട് നന്മകളുണ്ട്, അത് നമ്മൾ മറക്കുന്നതല്ല. അയാളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളി ഇച്ചിരി മോശം സംഭാഷണങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതൊരു നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ സിനിമാ പ്രവർത്തകർ വരെ കരയുന്നത് പ്രതിഫലത്തിന്റെ പേരും പറഞ്ഞാണ്. അക്കൂട്ടത്തിൽ അവർ പറയുന്നത് പ്രതിഫലം കൂട്ടി ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾക്ക് കോടികൾ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു തുക കൊടുത്ത് ഇതുപോലുള്ള ആൾക്കാരെ, കഴിവുള്ള ആൾക്കാരെ, മറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ബോച്ച കാണിച്ച മനസ്സിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ വളരെ നല്ല കാര്യം. എന്താണ് ഉദ്ദേശം നമുക്ക് അറിയില്ല. എനിവേ എന്നിരുന്നാൽ പോലും ഈ മൊണാലിസയെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ തെരുവുകളിൽ നിന്ന് ഇതുപോലെ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല സുന്ദരികളും സുന്ദരന്മാരും ഉണ്ട്, അല്ലെങ്കിൽ കഴിവുള്ളവരുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്താൻ ഒരു മനസ്സ് ഇതുപോലുള്ള പൈസക്കാരോ അല്ലെങ്കിൽ ഒരു വ്യാപാരികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള
ബിസിനസ് രംഗത്തുള്ള ആൾക്കാർ ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു 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 സംരംഭം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയല്ലേ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് കയറി വരേണ്ടത്. ഓൾറെഡി സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് സ്റ്റാറ്റസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കും ഒരു ഫ്യൂച്ചർ കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാണികളും സന്തുഷ്ടരാണ്, അതോടെ കൊണ്ടുവന്ന ആൾ സന്തുഷ്ടരാണ്, സ്ഥാനം കിട്ടിയ ആൾ അതിലേറെ സന്തുഷ്ടനുമാണ്. അത് മാത്രമല്ല ഈ പറയുന്ന മൊണാലിസയെ മേക്കപ്പ് ചെയ്യുന്നതടക്കമുള്ള വീഡിയോകൾ വൈറലാണ്. ആ കുട്ടിയെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള ഒരുക്കങ്ങളും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ട്. മേക്കപ്പ് ഇല്ലാതെയാണ് കൂടുതൽ ഭംഗി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ താൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത എന്നാൽ ഉള്ളിനുള്ളിൽ ആഗ്രഹം ഒരു പക്ഷെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് അടിപൊളിയായി നല്ലൊരു വേഷം ധരിച്ച് നല്ലൊരു മേക്കപ്പ് ചെയ്ത് ഒരു പൊതുസമൂഹത്തിൽ വന്ന് നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇരു കൈകൾ നീട്ടി ഭയങ്കര സ്വീകാര്യതയോടെയാണ്. എന്തൊരു ആർഭാടമായിട്ട് അല്ലെങ്കിൽ എന്തൊരു ആരവമാണ് ആ വീഡിയോസിൽ. ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു. ഇനി 15 ലക്ഷം എന്നൊക്കെയാണ് യൂട്യൂബിൽ അറിയപ്പെടുന്നത്. ഇനി എന്ത് തന്നെയായാലും 15 ലക്ഷം ഒരു വലിയ തുകയാണോ അവളെ ഇങ്ങനെ കൊണ്ടുവന്നതിൽ? അല്ലേ, ഒരു വലിയ തുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചെറിയ വീട് വിൽക്കാനുള്ള ഒരു പൈസ അല്ലെ ഇപ്പോഴത്തെ മലയാളികൾക്ക് സംബന്ധിച്ചിടത്തോളം. സോ എന്ത് തന്നെ ആയാലും ഇക്കാര്യത്തിൽ ബോച്ചയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാരണം അങ്ങേര് ചെയ്തത് എന്തിന്റെ പേരിലായാലും അവരെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ഒരു സെലിബ്രിറ്റി, ഓൾറെഡി അവർ സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ പോലും അവർ ആ ഉള്ളറയിലേക്ക് തിരിച്ചു പോയതാണ്. പക്ഷേ അവരെ പൊക്കിക്കൊണ്ടുവന്ന് അവരെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരെ ഒരു മോഡലാക്കി മാറ്റി. ഇനി എന്തെല്ലാം അവസരങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക് വരാൻ പോവുക. സോ അതിനൊരു തുടക്കം കുറിച്ച ബോച്ചയ്ക്ക് ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.